വാടിയ ചെമ്പകപ്പൂവിന്റെ പരിമളം വായുവിലിങ്ങനെ അരിഞ്ഞുപോയി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ സി യു ജയനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ വാടിയ ചെമ്പക പൂവിന്റെ പരിമളം വായുവിൽ അലിഞ്ഞു പോലെയല്ല ഓർമ്മകൾ, മറിച്ച് നല്ല രൂക്ഷഗന്ധമുള്ള മൂർത്തഗന്ധമുള്ള ചെമ്പകത്തിന്റെ തീക്ഷണമായ ഗന്ധം പോലെ ഇപ്പോഴും ഓർമ്മയിൽ നമ്മൾ ഇങ്ങനെ ഉദിച്ചു നിൽക്കും. നമ്മുടെ മൂക്കിലും കണ്ണിലും നമ്മുടെ മസ്തിഷ്കത്തിലൊക്കെ ആയിട്ട് തന്നെ നിറഞ്ഞു തുളുമ്പിരിക്കുകയാണ്. ആ എല്ലാ വർഷവും ഈ അനുസ്മരണം നടക്കുമ്പോൾ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്നുള്ളതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയായി മാറുന്നില്ല. കാരണം അതിന്റെ പ്രചരണം മൂലം എല്ലായിടങ്ങളിലേക്കും എത്തുന്നുണ്ട്. അപ്പൊ പലയിടങ്ങളിലേക്കും നമ്മുടെ കേരളത്തിന്റെ മലയാളികളുള്ള ഇടങ്ങളിലേക്കൊക്കെ ഇതിന്റെ പ്രചരണങ്ങൾ എത്താറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സി യു ജയനെ സംബന്ധിച്ച് ഇവിടെ ഒതുങ്ങിയ പ്രവർത്തനം നടത്തിയെങ്കിലും ആ പ്രവർത്തനം മലയാളികളുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കുവാൻ ഇവിടുത്തെ മഹത്തായ ഒരു പ്രസ്ഥാനം അത് നമ്മുടെ ഇവിടുത്തെ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ വായനശാലയെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും വായനശാലയ്ക്ക് നൽകുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള +1, +2, 10ാം ക്ലാസ് വിജയികളായ കുട്ടികളും ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്കെല്ലാം ഇതിൻ്റെ ഭാഗമായി അനുമോദനവും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റുവാങ്ങാൻ വന്ന എല്ലാ നല്ലവരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അഭിവാദ്യം അർപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ എത്തിയവർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കാറ്. സാധാരണ പോയവർ ഒരുപാട് പേരുണ്ട്. അവർ മുന്നിലേക്ക് വന്നവരായിരുന്നില്ല. പക്ഷെ പിന്നീട് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പിന്തള്ളപ്പെട്ടവരൊക്കെ തന്നെ മുന്നിലേക്ക് വന്ന ചരിത്രവുമുണ്ട്. ചരിത്രം സൃഷ്ടിച്ചവരുമുണ്ട് ഒരുപാട് പേർ. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പിൻബെഞ്ചിലായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്ഥാനം. ഇപ്പൊ പിൻബെഞ്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്ത കുട്ടികളിരിക്കുന്ന സ്ഥലമാണ് പിൻബെഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്കൊന്നും ടീച്ചർമാരെ അധികം ശ്രദ്ധിക്കാറില്ല. ടീച്ചർമാർ എപ്പോഴും മുൻപന്തിയിലേക്കാണ് കൂടുതൽ, മുൻബെഞ്ചിലേക്കാണ് ശ്രദ്ധിക്കുക. പിൻബെഞ്ചുകാരെ ശ്രദ്ധിക്കുന്നത് കുറവായിരുന്നു. പക്ഷെ ഈ ടീച്ചർ തന്നെയാണ് ബസ് കയറിയൊക്കെ തന്നെ സ്കൂളിലേക്കൊക്കെ തന്നെ വരുന്നത്. ഈ അധ്യാപകര് സ്കൂളിലേക്ക് ബസ് കയറുമ്പോൾ ബസ്സിലെ സീറ്റ് ആദ്യം ഒഴിഞ്ഞു കൊടുക്കുന്നത് പിൻബെഞ്ചിലിരിക്കുന്ന ഈ കുട്ടികളായിരിക്കും എന്നുള്ളതായിരുന്നു വസ്തുത. അങ്ങനെ എന്നാലും അധ്യാപകൻ എന്ത് ചെയ്യും? ബസ്സില് പിൻബെഞ്ചുകാരൻ ഒഴിഞ്ഞു കൊടുത്ത സീറ്റിൽ അധ്യാപകൻ ഇരിക്കുകയും അധ്യാപകൻ സ്കൂളിന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി വീണ്ടും മുൻബെഞ്ചുകാരെ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ കാലത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ബസ് കയറി വരുന്ന അധ്യാപകരുടെ എണ്ണം കുറവാണ്, എല്ലാവരും വാഹനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്രസക്തമാണ്. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷെ പിൻബെഞ്ചുകാര് മുന്നിലേക്ക് വന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പിന്നീട് സമൂഹത്തിനകത്ത് പിന്നിലേക്ക് പോയവർ ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും പിന്നിലേക്ക് പോയ ഒരുപാട് പേർ ലോകത്തിനകത്തുണ്ട്. അപ്പൊ പിന്നിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതിയാണ്. ഇന്ത്യയിലാണെങ്കിൽ ജാതിയായിരുന്നു. ജാതിയിൽ താഴ്ന്നവരെ പിന്നിലേക്ക് തളക്കിടപ്പെട്ടിരുന്നു. ജാതിയിൽ മുതിർന്നവരെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുത്തുമായിരുന്നു. അങ്ങനെ ജാതിയിൽ താഴ്ന്നവരെ പിന്നിലേക്ക് തളയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ പിന്നിലെ ബെഞ്ചിൽ മാത്രം ഇരുത്തി ഈ രാജ്യത്തിനകത്ത് ഒതുക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ഏറ്റവും പിന്നിലായി ഒതുക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്ലാസ് റൂമിൽ വരുമ്പോൾ പണ്ട് ക്ലാസ് മുറിയിൽ കറുത്ത ബോർഡുകൾ ഉണ്ടായിരുന്നു. ഒരു തൂണുമ ചാരി വെച്ചിരുന്ന ബോർഡുകളാണ്. ആ തൂണുമ ചാരി വെച്ചിരുന്ന ബോർഡുമേൽ കറുത്ത മഷി കൊണ്ട് മരപ്പലയമ്മ കറുത്ത മഷി പൂശി അതുമ്മ ചോക്ക് കൊണ്ട് എഴുത്ത്. ഇപ്പോഴൊക്കെ അത് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ സിമെന്റ് ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിന്റെ മതിലുമ പതിച്ച ബോർഡുകളല്ലേ നിങ്ങൾക്കുള്ളത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല, ഒരു മരപ്പലകയമ്മ സ്റ്റാൻഡ് ഇട്ട ആയിരുന്നു അല്ലെ. അപ്പൊ അതുമ്മ ചോക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നേരത്തെ പറഞ്ഞ ആ കുട്ടി പഠിക്കാൻ വരുമ്പോ ക്ലാസ്സില് അധ്യാപകൻ വന്നിട്ട് പറയും കണക്ക് ചെയ്യാൻ പറയുമ്പോ
ഏറ്റവും ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പിൻബെഞ്ചിലിരിക്കുന്ന ഈ പയ്യനാണ്. ഈ പയ്യൻ ആദ്യം എഴുന്നേറ്റ് ഞാൻ കണക്ക് ചെയ്യാം, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് പിൻബെഞ്ചിലിരിക്കുന്ന പയ്യനാണ്. പക്ഷെ ജാതിയിൽ താഴ്ന്നവരാണ്, അതുകൊണ്ട് ജാതിയുടെ പിന്നിലാണ് അവനെ നിർത്തിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം കണക്ക് ബോർഡുമ്പോൾ വന്ന് ചെയ്യാൻ പറയുന്നത്. കണക്ക് ബോർഡുമ്പോൾ വന്ന് ചെയ്യാൻ വേണ്ടി പിൻബെഞ്ചിലിരിക്കുന്ന ചെക്കൻ വന്നപ്പോൾ മുൻബെഞ്ചിലിരിക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ വെച്ചെടുത്തു. അപ്പോ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ് അദ്ദേഹം ചോദിച്ചപ്പോ ആ ബോർഡിന്റെ അടിയിലാണ് അവരുടെ ഈ ഉയർന്ന ജാതിയിൽ പെട്ട കുടുംബത്തിലെ കുട്ടികളുടെ ഒക്കെ തന്നെ പേരുകൾ ഇരിക്കുന്നത്. അത് തീണ്ടും തന്നെ അശുദ്ധമാകും. ഏത് ഈ ബോർഡിൽ പിൻബെഞ്ചിലിരിക്കുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യൻ ആ കണക്ക് ആദ്യം ചെയ്യുകയാണെങ്കിൽ കണക്ക് ചെയ്യുന്നതൊന്നുമല്ല പ്രശ്നം, അപ്പുറത്ത് അവരുടെ പേര് എന്താ അശുദ്ധമാകും. ഈ പയ്യന്റെ കാലോ കയ്യോ എങ്ങനെ തൊട്ടാൽ അശുദ്ധമാകും. അങ്ങനെ കുനിഞ്ഞു കുമ്പിട്ടിരുന്ന് വന്ന ചെക്കനാണ് പിന്നീട് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലാകെ തന്നെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായി മാറിയ ഡിഗ്രികൾ, ഡോക്ടറേറ്റുകൾ വാങ്ങി ഇന്ത്യക്കും ലോകത്തിനും എല്ലാം തന്നെ മാതൃകയായിക്കൊണ്ട് ഒരു പുസ്തകം രചിച്ച. ആ പുസ്തകത്തിന്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന രചിച്ച ആ പിൻബെഞ്ചിലിരുന്ന ആ വിദ്യാർത്ഥിയുടെ പേരാണ് പിന്നീട് ഡോക്ടർ B.R. അംബേദ്കർ എന്നുള്ളത്. നമ്മൾ കണ്ടുപോകണം. ഒരുപാട് കഥകൾ അംബേദ്കറെ കുറിച്ച് പറഞ്ഞു പോകാനുണ്ട്, ഒരുപാട് കഥകൾ. അംബേദ്കറെയൊക്കെ തന്നെ ഈ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചതിന് പിന്നിൽ ഇതുപോലെയുള്ള വായനശാലകളൊന്നും ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റും പല ആളുകളിൽ നിന്നെല്ലാം തന്നെ പുസ്തകങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് അംബേദ്കറെ പോലുള്ള ആളുകളൊക്കെ തന്നെ വായിച്ചത്. അങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്ക് പിൻബെഞ്ചിലായ പോയ ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ ഈ റൂമിലിരുന്ന് സംസാരിക്കുമ്പോ ലൈറ്റ് കത്തുന്നു, ഫാൻ കറങ്ങടക്കില്ല, വൈദ്യുതി, മൈക്കിൾ ഫാരഡെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് മൈക്കിൾ ഫാരഡെ കുറിച്ച്. വൈദ്യുതിയെ കണ്ടെത്തുന്ന മൈക്കിൾ ഫാരഡെ ഉയർന്ന മാർക്കൊന്നും മേടിച്ച കുട്ടിയല്ലായിരുന്നു. 10ാം ക്ലാസ് പോയിട്ടില്ല, സ്കൂളിൽ തന്നെ പോയിട്ടില്ല എന്നാണ് മൈക്കിൾ ഫാരഡെ. കേട്ടിട്ടുള്ള കഥകൾ ഓർമ്മകൾ വെച്ചാണെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ല. ഒരു 8-9 മക്കളിൽ ഇളയവനായിരുന്നു മൈക്കിൾ ഫാരഡെ. അച്ഛൻ കൂലിപ്പണി, ഒരു ഇരുമ്പ് പണിക്കാരനായിരുന്നു അച്ഛൻ, കൂലിപ്പണിക്കാരൻ. മൈക്കിൾ ഫാരഡെ ഒരു മരക്കുടിലാണ് താമസിച്ചിരുന്നത്. മരക്കുടിലിൽ താമസിച്ചിരുന്ന മൈക്കിൾ ഫാരഡെ പിന്നീട് ഒരു ബൈൻഡിങ് തൊഴിലാളിയായിട്ട്, അതായത് പുസ്തകം ബൈൻഡ് ചെയ്യുന്ന ഒരു തൊഴിലാളിയായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്തു. അവിടെ ബൈൻഡ് ചെയ്യാൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ വായിക്കാനിടയിൽ, അങ്ങനെ ബൈൻഡ് ചെയ്യാൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്നാണ് വൈദ്യുതിയുടെ കണ്ടെത്തലിന് ഇടയാക്കേണ്ടിയിരുന്ന പുസ്തകം വായിക്കാനിടയ്ക്കതും പിന്നീട് വൈദ്യുതി കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ്. അതായത് ഉയർന്ന ഡിഗ്രികളൊന്നും മേടിച്ചിട്ടില്ല, പുസ്തക വായനയിലൂടെയാണ് ലോകത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വൈദ്യുതി എന്ന് പറയുന്ന വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ മൈക്കിൾ ഫാരഡെക്ക് കഴിഞ്ഞത് പുസ്തക വായനയിലൂടെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരുപാട് ഇപ്പം നമ്മുടെ ഗാന്ധിജി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തു വന്നത്? ഗാന്ധിജി ഒരു ദിവസം ദക്ഷിണാഫ്രിക്കയിലുള്ള യാത്രക്കിടയിൽ ജോൺ റസ്കിന്റെ യങ് ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം, യങ് ടു ദ ലാസ്റ്റ് ഇപ്പോഴും കിട്ടും, മലയാളത്തിലേക്ക് ഉണ്ടത്. യങ് ടു ദ ലാസ്റ്റ് എന്ന് പറഞ്ഞ ജോൺ റസ്കിന്റെ പുസ്തകം വായിക്കാനായിട്ട് ആ പുസ്തകത്തിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് ആദ്യം അവിടുത്തെ നമ്മുടെ വെളുത്താധിപത്യത്തിനെതിരെ, കറുത്തവർക്ക് നേരെ നടത്തുന്ന വെളുത്തവർക്കെതിരെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നതും പിന്നീട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് കയറി വരുന്നതും നേതൃത്വത്തിലേക്ക് വരുന്നതെല്ലാം തന്നെ ആ പുസ്തകത്തിന്റെ പ്രചോദനമാണ്. ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവം ഏതാണ്? നമ്മുടെ ലോകത്ത് ഇങ്ങനെ വോട്ട് ചെയ്യാൻ നമുക്ക് അവകാശം കിട്ടണത്, അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാനും പഠിക്കാനും അഭിപ്രായങ്ങൾ പറയാനും എല്ലാം അവകാശങ്ങളൊക്കെ തന്നെ മനുഷ്യർക്ക് മനുഷ്യരായി മാറാനുള്ള അവകാശം കിട്ടിയത് ഒരു വിപ്ലവത്തിന് ശേഷമാണ്. ആ വിപ്ലവത്തിന്റെ പേരാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ അതിനെ സ്വാധീനിച്ച, റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ലെനിനാണ്. റഷ്യൻ വിപ്ലവത്തിന് ലെനിനെ പോലും സ്വാധീനിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ലെനിനെ സ്വാധീനിച്ച ഒരാളാണ് ടോൾസ്റ്റോയിയെ ലെനിൻ വിശേഷിപ്പിച്ചത് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്നാണ്. മനുഷ്യാത്മാക്കളുടെ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ് ടോൾസ്റ്റോയ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ടോൾസ്റ്റോയെ പോലെയുള്ള ആളുകളാണ് മഹാനായ ലെനിനെയൊക്കെ തന്നെ വിപ്ലവാത്മകമായ രീതിയിലേക്ക് ചിന്തിക്കാനും ഇടപെടാനും ഇടവരുത്തിയത് എന്നുള്ളത് നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ വായന എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഹോച്ചിമിനെയൊക്കെ തന്നെ മാറ്റിമറിച്ചത് എന്താണ്? വായന. മാവോ സേതുവിനെയൊക്കെ മാറ്റിമറിച്ചത് എന്താണ്? വായനയാണ്. വായനയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. NV കൃഷ്ണവാര്യർ പറഞ്ഞത് എന്താണ്?
പുറത്തുള്ള ഇരുട്ടിനെ നമുക്ക് ഒരു നിലവിളക്ക് വിളക്ക് കത്തിച്ചാൽ നമുക്കത് അകറ്റാൻ പറ്റും. പക്ഷെ മനസ്സിലുള്ള ഇരുട്ടിനെ അകറ്റണമെങ്കിൽ അക്ഷരങ്ങൾ തന്നെ വേണമെന്ന് പറഞ്ഞ NV കൃഷ്ണവാര്യരാണ്. മനസ്സിലുള്ള ഇരുട്ടിനെ അകറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അക്ഷരങ്ങൾ തന്നെ വേണം.